ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പ്ലറേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഫീലിംഗ്സ് ആണ്. ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തു എന്നോടത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്നൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ട്രൂ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ, അതായത് ഒറിജിനലി അവർ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് തന്നെയാണ്. കാരണങ്ങളും ബാക്കിയുള്ള ഹിൻസും ക്ലൂസും ഒക്കെ ഞാൻ ഇതിനകത്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഫർദർ മോർ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിങ്ങോ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ റേക്കി ഹീലിംഗോ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ നെയിം നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ ആലോചിക്കുക, അല്ലെങ്കിൽ പറയുക. അവരുടെ ഫോട്ടോസ് എടുത്തിട്ട് അവരുടെ എനർജി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മൊമെന്റ്സ് ആലോചിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഈ വീഡിയോ കാണുക. ആൻഡ് ഇതിനകത്തുള്ള പോസിറ്റിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ക്ലെയിം ആകട്ടെ. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ, angels please guide us. True feelings of their partner. Angels please guide us. True feelings. ഓക്കെ, ഇത് മൂൺ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നൈസ്. 5 of Pentacles. ഓക്കെ, 6 of Swords. Please guys. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ എന്തൊക്കെയോ ക്ലാരിറ്റി സീക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വാട്ട്സ് ഗോയിങ്, എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ല. ആൻഡ് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ കുറെ പേര് പറയും ഡിറ്റാച്ച് ആയി എന്ന്. പക്ഷെ സ്റ്റിൽ സത്യം പറഞ്ഞ ഈ ഒരു കണക്ഷന്റെ ട്രോമ നിങ്ങളെ വലിച്ചുകൊണ്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ സ്വതന്ത്രമായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ഇതുവരെ ഹീൽ ആയിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വേദനയും നൊമ്പരവും ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈവൻ നിങ്ങൾ കണക്ഷനിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ആ ഒരു സമയത്തിന് അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷനൊക്കെ കുറവുകൾ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി ക്ലാരിറ്റി കിട്ടാനുണ്ട്. നിങ്ങളത് സെർച്ച് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ എന്ന രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് എൻഡ് ചെയ്യുന്നത് ഒരു ബ്രേക്കപ്പിലായിരിക്കും. അതായത് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പൂർണ്ണത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് നമുക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക എന്നാണ് എനിക്ക് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഇൻഡ്യൂഷനിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ചിലപ്പോൾ വൃശ്ചിക രാശിയായിരിക്കാം, ദാറ്റ് മീൻസ് സ്കോർപ്പിയോൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസർ, പൈസസ് അങ്ങനത്തെ ഇതിൽ വരുന്നതായിരിക്കും. കാരണം നിങ്ങളാണ് സഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ സ്കോർപ്പിയോൺ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ സ്കോർപ്പിയോൺ വൃശ്ചിക രാശിയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സംഭവം നിങ്ങൾ പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിയോ, സെജിറ്റേറിയസോ ഏരിസോ ആകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അവർ ആ ഒരു കൈൻഡ് ഓഫ് എനർജി വൈബ്രേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ലൊരു കണക്ഷൻ നിങ്ങൾക്ക് വേണം എന്നുള്ള ഭയങ്കര താല്പര്യമുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ നേട്ടം കൊയ്യുന്നത് സത്യത്തിൽ ഒരു മസ്കുലിൻ എനർജിയുടെ ഇഫക്റ്റ് ആണ്. ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു മസ്കുലിൻ എനർജി ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ നേട്ടം കൊയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് സങ്കടപ്പെടുന്നുണ്ട്, ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു ഫെമിനിൻ എനർജിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഹീൽ ചെയ്യണം എന്നതാണ്. പക്ഷെ അത് അവർക്ക് സാധ്യമാകുന്നില്ല. അവര് എത്രത്തോളം ക്ലാരിറ്റി ചോദിച്ചാലും ഈ ഒരു മസ്കുലിൻ എനർജി അല്ലെങ്കിൽ ഈ ഒരു മെയിൽ വേർഷൻ എന്ന് പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഫ്ലിക്റ്റ് അപ്പുറത്തെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ തന്റെ സാഹചര്യം ഇതാണ് എന്ന രീതിയിൽ നിരക്കി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഈ പേഴ്സൺ എനിക്ക് ആശ്വാസം തരൂ, എനിക്ക് കെയർ തരൂ. അതായത് ഈ ഒരു പേഴ്സൺ നമ്മുടെ എനർജി നമ്മൾ അറിയാതെ തന്നെ സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ മനസ്സമാധാനം പോകുന്നുണ്ട്, ഈ ഒരു പേഴ്സന്റെ എനർജി ഹൈ ആകുന്നുണ്ട് കൈൻഡ് ഓഫ് രീതിയിലാണ് എനിക്ക് കാണുന്നത്. സാധാരണ നമ്മൾ ഒരു കണക്ഷനിലേക്ക് എൻ്റർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി ഭയങ്കര ഡൗൺ ആയിരിക്കും. ഈ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മളുടെ എനർജി ഇൻക്രീസ് ആവാൻ, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാം.
പക്ഷെ ചില കണക്ഷനിൽ ഇതിന്റെ ഓപ്പോസിറ്റും സംഭവിക്കാറുണ്ട് എന്നതാണ് കാണുന്നത്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ ഭയങ്കര എനർജിയിൽ വന്നിട്ട് പിന്നെ നമ്മുടെ എനർജി ഈ പേഴ്സണെ കാരണം ലോ ആയി പോകാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഫുൾ ഓൺ എനർജിയിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ സപ്പോർട്ട് മേടിച്ചു. പക്ഷെ സപ്പോർട്ട് മേടിച്ചതിന് ശേഷമാണ് സത്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാകാതെ ആയത് എന്ന കൈൻഡ് ഓഫ് അപ്രോച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതൊക്കെയും വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന തികച്ചും ഈ ഒരു പേഴ്സൺ ഈഗോയിസ്റ്റിക് ആണ്. തുടക്കത്തിൽ കണ്ടപ്പോൾ ഏസ് ഓഫ് കപ്സ്, അതായത് ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തിയെ. ഞാനും എന്റെ പേഴ്സണൽ ഡ്രീം കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡ്രീം കണ്ടിട്ടുണ്ടാവാം. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഡ്രീം കാണാൻ പറ്റും എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സന്റെ പല ഫീച്ചറും അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ക്യാരക്ടർ അങ്ങനത്തെ അതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ പേഴ്സന്റെ അപ്പിയറൻസ് കണ്ടിട്ടുണ്ട് എൻ്റെ സ്വപ്നത്തില്. അതുപോലെ പല ആൾക്കാരും അപ്പിയറൻസ് കണ്ടിട്ടുണ്ടാവും സ്വപ്നത്തില്. അത് കണ്ടിട്ടുള്ളവർക്കാണ് ആ ഒരു ഡെപ്ത് മനസ്സിലാവുക നമ്മുടെ പേഴ്സന്റെ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കണ്ടപ്പോൾ തന്നെ ഇതാണ് എൻ്റെ വ്യക്തി, എക്സാക്ട്ലി ഞാൻ ഈ ഒരു സോൾമേറ്റിന് വേണ്ടിയാണ് കാത്തിരുന്നത്, ഞാൻ സ്വപ്നം കണ്ടതുപോലത്തെ ഒരാളാണെന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ആൻഡ് ഒരു ഭയങ്കര ഒരു എനർജി വൈബ് ഈ പേഴ്സൺ അടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് കിങ് എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ കമ്മ്യൂണിക്കേഷൻ, ഈ പേഴ്സന്റെ ഫിസിക് ഒക്കെ വളരെ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഫിസിക് ആയിരിക്കും എന്നാണ്. നിങ്ങളുടെ ഈ കണക്ഷനിൽ പയ്യെ രസകരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായി, ഇതൊരു ഫാബുലസ് റിലേഷൻഷിപ്പ് ആകണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇച്ചിരി പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അധികാരം, കണക്കിങ് എനർജി, ഓക്കെ, ചൂട്ടും കൈ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ അധികാരം വേണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സ്കോർപിയോസ് ആണ്, രണ്ടുപേരും ടോറസ് ആണ്, രണ്ടുപേരും മേറസ് ഒക്കെ ആണെങ്കിൽ രണ്ടുപേരും ലിയോ ആണ്, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ലിബ്ര ലിയോ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ തമ്മി തല്ലാനാണ് സാധ്യത കൂടുതൽ. തല്ലി സ്നേഹിക്കുന്ന കൈൻഡ് ഓഫ് രീതി ആയിരിക്കും. എന്നും തല്ലായിരിക്കും, അങ്ങോട്ട് തല്ല ഇങ്ങോട്ട് തല്ല. അതായത് ഒരാൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുമ്പോൾ മറ്റൊരാള് കയറുക, മറ്റൊരാൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ കയറുക. അതായത് രണ്ടുപേരും ഡൗൺ ആവത്തില്ല, പക്ഷെ പറയുന്നത് ഞാൻ ഡൗൺ ആയില്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ആരും തന്റെ ഈഗോയ്ക്ക് പിന്നോട്ട് വലിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ശരിയാണ്, നമ്മൾ താഴുമ്പോൾ അവർ താഴുന്നില്ല, അപ്പൊ അവർ താഴുമ്പോൾ നമ്മൾ എന്തിനാ താഴ്ന്നതെന്നൊരു സ്വാഭാവികമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. പക്ഷെ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫൈറ്റിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അടി ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അടി ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കും. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. ഈ അടി ഉണ്ടാക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തികളില്ലേ, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം തമ്മിൽ വഴക്കടിച്ചാലും അവർക്കൊരിക്കലും സെപ്പറേറ്റ് ആകാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ ഒരു വൈബായിരിക്കും. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം അട്രാക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ലിവിങ് ടുഗദർ അങ്ങനെയുള്ള രീതിയിലോ ഫിസിക്കൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റോ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾ ഇമോഷണലി കൺഫ്യൂസ്ഡ് ആണ്. ഇതൊരു അട്രാക്ഷൻ ആണോ, അതോ ഇതൊരു റിയൽ ലവ് ആണ്? ആ ഒരു വ്യക്തിക്ക് ട്രൂലി നിങ്ങളുടെ അടുത്ത് ലവ് ഉണ്ടോ, അതോ ഇത് ജസ്റ്റ് കൈൻഡ് ഓഫ് ഒരു അട്രാക്ഷൻ മാത്രമാണ്? കാരണം എവിടെ ചെന്ന് നിന്നാലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുള്ളൂ. ഇത് എൻഡ് ചെയ്ത് കളയണോ, അല്ലെങ്കിൽ ഇപ്പൊ എൻഡ് ആയിട്ട് ഇതിനൊരു റീബർത്ത് ഉണ്ടാകുമോ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്റെ അഭിപ്രായത്തില് ഈ ഒരു കണക്ഷനിൽ സത്യത്തിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിറ്റാച്ച് ആണെങ്കിലും കണക്ഷനിൽ ഹൈ എനർജി ഉണ്ട്. അത് ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ കണ്ണില് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സ്റ്റിൽ അവർ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോയിട്ടില്ല. ഓക്കെ, ആൻഡ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കണക്ഷനിൽ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി മാനിപ്പുലേഷൻ എനർജിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കണ്ട ഒരു 5 ഓഫ് വാൻഡ്സ് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഫറൻസസ് ആണ്, ഐഡിയ ഡിഫറൻസസുകൾ. 5 ഐഡിയ ഡിഫറൻസസുകൾ കാരണം നിങ്ങളുടെ പ്രണയത്തിന്റെ ഫയർ നിങ്ങൾക്ക്
പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് എൻഡ് ആയിപ്പോയി എന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ക്ലാരിറ്റി ഇല്ല, വെറുതെ ഫൈറ്റും കോൺഫ്ലിക്റ്റും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് റോൾ പ്ലേ ചെയ്യുന്ന വേറെ ആൾക്കാരും കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജീസുമാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഫാമിലിയും കൂടി ഇടയിൽ കലർത്തി അമ്മയ്ക്ക് അച്ഛനൊക്കെ മേ ബി വിളിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ മേ ബി ഫാമിലി ഇൻവോൾവ് ആയിട്ടുണ്ടാവണം നിങ്ങളുടെ കണക്ഷനിൽ. കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ദ വേഴ്സ്റ്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫൈറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഫൈറ്റിംഗ് മോഡിലാണ് എപ്പോഴും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുമാതിരി കൺട്രോൾ മോഡിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ എത്ര തന്നെ താഴ്ന്നു കൊടുത്താലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തെറ്റായിട്ടുള്ള കാര്യം മേ ബി ഈ പേഴ്സൺ പറഞ്ഞു കൊടുത്താലും നിങ്ങൾ എന്തോ വലുതായി പോകുന്ന പോലെയുള്ള കൈൻഡ് ഓഫ് ഇമോഷൻ ഈ വ്യക്തിയുടെ മനസ്സിൽ വരും കേട്ടോ. എന്നിട്ട് ഈ ഒരു പേഴ്സൺ ഫൈറ്റ് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി നിങ്ങൾ അങ്ങോട്ട് കൗൺസിൽ ചെയ്ത് നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം എൻ്റെ അഭിപ്രായത്തിൽ കാഴ്ച കണ്ടതനുസരിച്ച് ഈ പേഴ്സൺ നന്നാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ സ്വയം വിചാരിക്കാതെ അവർക്ക് ഒരിക്കലും നന്നാവാൻ സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഓ എന്നെക്കാളും വലുതാണോ, എന്നെക്കാളും ജീവിത അനുഭവം ഉണ്ടോ, ദാറ്റ് കൈൻഡ് ഓഫ് രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് കൂടുതൽ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യും. എക്സ്പെഷ്യലി നിങ്ങൾക്കറിയാം കിങ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ് ഒക്കെ കിട്ടുമ്പോൾ ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും ഈ ഒരു വ്യക്തിക്ക്. അതായത് അവർ പറയുന്നതൊക്കെ സത്യമാണ്. അവർ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, അവർ രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ, ദാറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്തും ചെയ്യാം അവരുടെ ലൈഫിൽ. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കൈൻഡ് ഓഫ് ഇഫക്റ്റിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ അവരുടെ ഇമോഷൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഇമോഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് വലിപ്പം കൂടുതലുള്ള ആൾക്കാർ നിങ്ങളായതുകൊണ്ടാണെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെന്തോ താന്നു പോയി എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ഇതിനകത്ത് സഫർ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് എന്ന് ആ പേഴ്സൺ അറിയാമെങ്കിലും ആ പേഴ്സന്റെ ബിഹേവിയർ അല്പം പോലും മാറ്റാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒരിക്കലും ചേഞ്ച് ആകുന്നില്ല എന്നതാണ് പറയാനുള്ളത്. അതിലുപരി സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവോ, സാക്രിഫൈസ് ചെയ്ത് നിൽക്കോ, അത്രത്തോളം അപ്പുറത്തെ ഭാഗത്തുള്ള ഈഗോ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്റെ അഭിപ്രായത്തില് ഫ്രം ദിസ് ഡെത്ത് ആൻഡ് റീബർത്ത് ആൻഡ് മജിഷ്യൻ കാർഡ് എനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മെച്ചുവർ ആണ്, നിങ്ങളുടെ പേഴ്സൺ പക്ഷെ മെച്ചുവർ അല്ല, ടോട്ടലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാണ്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷനും തയ്യാറില്ല. അവരുടെ കൺട്രോളിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നിങ്ങൾ വലുതാവണ്ട, നിങ്ങൾ ഒത്തിരി അവരെ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കാൻ പോകണ്ട അവരുടെ ഭാഷയിൽ. കാരണം ഇവരുടെ ഭാഷയിൽ ഇവർ വലുതാണ്, ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഓക്കെ, പക്ഷെ നിങ്ങൾ മെച്ചുവർ ആയതുകൊണ്ട് നിങ്ങൾ എന്താണോ പോസിറ്റീവ്, എന്താണോ സ്പിരിച്വൽ ആയിട്ടുള്ള വേ, എന്താണ് കറക്റ്റ് ഡയറക്ഷൻ എന്ന് കാണിച്ചു കൊടുക്കാനേ നിങ്ങൾ ശ്രമിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുള്ളൂ. പക്ഷെ അത് പലപ്പോഴും ഈ ഒരു പേഴ്സൺ അവർ വളരെ കുട്ടിയാണ് എന്ന രീതിയിൽ കാണുന്ന പോലെ. പക്ഷെ ടു ബി ഫ്രാങ്ക് ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല് അവർക്ക് കുട്ടിയായിട്ടുള്ള പാമ്പറിങ് വേണം. ഓക്കെ, പ്രണയത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാ കുട്ടിയായിട്ടുള്ള പാമ്പറിങ്, അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലുള്ള എല്ലാ രീതിയിലുള്ള ആസ്പെക്റ്റും അവർ നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അവർ ഭയങ്കര മെച്ചുവർ ആയിട്ടുള്ള വ്യക്തികളും നിങ്ങൾ എന്ന് പറയുന്നത് ഇമ്മെച്ചുവറുമാണ്. നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ വരണ്ട. ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങളുടെ കണക്ഷൻ നിൽക്കുന്നത്. ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങളുടെ കണക്ഷൻ നിൽക്കുന്നതെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ കണക്ഷനിൽ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പ്ലീസ് ഗൈഡൻസ്. ഈ ഒരു പേഴ്സണ് സത്യത്തിൽ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ഡെസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു സമയത്ത് ഇവർ വിചാരിക്കും എന്നെ ലവ് ചെയ്യണം, എന്റെ കൂടെ ഉണ്ടായിരിക്കണം, എനിക്ക് വേണം, സപ്പോർട്ടാണ്, ഇതാണ് എന്നൊക്കെ പറയും. ആൻഡ് അക്കരെ പച്ചയാണ്, അപ്പുറത്ത് കാണുമ്പോൾ അപ്പുറമാണ് മനോഹരം, അപ്പുറത്തേക്ക് എനിക്ക് പോവാം, എനിക്ക് അപ്പുറത്തെ സൈഡ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നു. പക്ഷെ ടു ബി ഫ്രാങ്ക് പറഞ്ഞാല് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ലവ് വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു കുട്ടിയെ പോലെ ഇവരെ പാമ്പർ ചെയ്യണം. അതുപോലെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വേറെ ഓപ്ഷൻസ് ഈ പേഴ്സൺ ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങളാണ് ബെറ്റർ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ അത് പറയാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഐ ലവ് യു എന്ന രീതിയിൽ പറയാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നേ ഇല്ല. അങ്ങനെ പറഞ്ഞു പോയാല് ഈ പേഴ്സന്റെ ഈഗോ ഹേർട്ട് ആകും, അല്ലെങ്കിൽ ഈ പേഴ്സൺ താഴെ
ആയി പോകുമെന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ള ഇമോഷൻസ് പരമാവധി ഈ പേഴ്സൺ ക്ലോസ് ചെയ്ത് പിടിക്കാണ്. മേ ബി നിങ്ങളൊരു പാഠം പഠിപ്പിക്കാനായിരിക്കും, പക്ഷെ നിങ്ങൾ എന്ത് പാഠം പഠിക്കാൻ, സത്യത്തിൽ ഇവരാണ് പാഠം പഠിക്കേണ്ടതെന്നാണ്. കാരണം ഡെവിൾ എനർജി, കാരണം ഇവർക്ക് നിങ്ങളില്ലാണ്ട് സത്യത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായൊരു നല്ലൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം താല്പര്യമുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇവരെ സത്യത്തിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരുടെ കുട്ടികളെയും കൂടി സഹിക്കുക എന്ന് പറയുന്നത് അൺടോളറബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ കുറ്റം പറഞ്ഞതല്ല, പക്ഷെ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശരിയാണ്, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇവരെയും ഇവരുടെ കുട്ടികളെയും ഒക്കെ നോക്കണം. നിങ്ങളുടേതായിട്ടുള്ള മെന്റൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അവിടെ കുറയും. പക്ഷെ ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ ഭാവിയിൽ വിവാഹം കഴിക്കാൻ, അല്ലെങ്കിൽ മേ ബി അടുത്ത ജന്മത്തിലെങ്കിലും വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു യൂണിയൻ പോസിബിൾ ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ കുറെ ആൾക്കാർക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ പോസിബിൾ ആണ്. ചിലപ്പോൾ അവർ മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് നിൽക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഓൾറെഡി നിങ്ങൾ ആ ഒരു സോണിൽ തന്നെയാണ് ഉള്ളത്. ഓൾറെഡി നിങ്ങൾ മാരിഡ് ആണ് എന്നൊരു രീതിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കെയറും ഇവർക്ക് എപ്പോഴും വേണം എന്നതാണ്. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, ഒത്തിരി കെയർ കൊടുക്കരുത്. കാരണം എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ഒത്തിരി കെയർ കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് സോണിലാണ് വീണു പോകുന്നത്. പക്ഷെ ഇച്ചിരി അഹങ്കാരവും അതുപോലെ എനിക്ക് പറ്റത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇതെന്റെ പൊതുവെയുള്ള അഭിപ്രായമാണ്. അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരോടാണ് ക്രഷ് തോന്നുന്നത്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ എപ്പോഴും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് വെക്കാൻ നിൽക്കുന്നത്, അല്ലേ? കാരണം ഞാൻ ഒത്തിരി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മീൻസ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കെയർ ചെയ്യുന്ന ചങ്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പ്രണയം ഉണ്ടായത് കൊണ്ടാണ് അവർ നിൽക്കുന്നതെങ്കിലും പലപ്പോഴും അവരുടെ പാർട്ട്നേഴ്സ് അവരെ ബെസ്റ്റ് ഫ്രണ്ട് സോണിൽ തള്ളിയിട്ടിട്ട് ഈ വാശി കാണിക്കുന്ന ഈഗോ കാണിക്കുന്നവരുടെ പിറകെ പോയിട്ട് അവരെന്റെ ഗേൾ ഫ്രണ്ട് ആയെങ്കിൽ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലപ്പോഴും റിലേഷൻഷിപ്പിൽ ചേസ് ചെയ്യാൻ പോകരുതേ, നിങ്ങൾ ഓവർ സപ്പോർട്ട് ചെയ്യാൻ പോകരുതേ. കാരണം നിങ്ങൾ എന്നാൽ പയ്യങ്ങ് ഫ്രണ്ട് സോണിലേക്ക് വീഴുന്നു പോകുന്നതായിട്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഞാൻ റീഡ് ചെയ്തിട്ടുള്ളതനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാല് നിങ്ങളുടെ പാർട്ട്ണറിന് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് അവരുടെ ട്രൂ ഫീലിങ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അവരെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളും കുറച്ചൊക്കെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് എന്നതാണ്. ആൻഡ് നിങ്ങളുടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാരണം മനസ്സിലാവുന്നുണ്ട് കുറച്ച് ആൾക്കാരുടെ കണക്ഷൻ എൻഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ സൈക്കിൾ എൻഡ് ആകുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ സത്യത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ പ്രതീക്ഷിക്കാവുന്ന. കാരണം ഈ ഒരു ലൈഫിൽ പോസിബിൾ ആവാത്ത ഒത്തിരി ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് ലൈഫിലെങ്കിലും ഞങ്ങൾക്ക് പോസിബിൾ ആകുമോ എന്ന്. യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് പോസിബിൾ ആകും. നിങ്ങളുടെ ആ ഒരു ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ കർമാസ് ക്ലിയർ ആകണം എന്നത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ലൈഫിൽ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് യോജിക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കർമാസ് മാത്രം ക്ലിയർ ആയപ്പോൾ ഈ ഒരു പേഴ്സന്റെ കർമ്മയും ക്ലിയർ ആവണം. പക്ഷെ മോസ്റ്റ് ഓഫ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു നിയർ ഫ്യൂച്ചറിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അറൌണ്ട് ഫെബ്രുവരി, ഈ ഒരു അടുത്ത നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിക്കുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ എങ്കിൽ അത് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കോൾ ടെക്സ്റ്റ് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. കാരണം ശരിയായിരിക്കാം ചില റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ അക്കോർഡിംഗ് ടു സൺ പോലെ ഒന്ന് കുറച്ച് ലോങ് ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം താമസിക്കുമായിരിക്കാം. പക്ഷെ ഈ ഒരു കണക്ഷൻ സണ്ണിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ സൺ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് എനർജി തരാൻ പണ്ട് തന്നിരുന്നായിരിക്കാം. അപ്പൊ എനർജി തരാൻ ഈ ഒരു പേഴ്സൺ വിൽ കം ബാക്ക് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ റീഡിങ്. ആൻഡ് ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ട്രൂ ഫീലിംഗ്സ് അനുസരിച്ച് ദേ റിയലി നീഡ് യു. അവർക്ക് നിങ്ങളെ വേണം, കാരണം നിങ്ങൾ അവർക്ക് സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഇവരെ പോലൊരു വ്യക്തിയെ ടോളറേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തുള്ളൂ എന്ന ആ ഒരു സത്യം അവർക്ക് അറിയാം, അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ അറ്റൻഷനും കെയറും അവർക്ക് വേണം. ഈ ഒരു അറ്റൻഷനും കെയറും മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങൾ സ്പെഷ്യൽ തന്നെയാണ്. നിങ്ങളുടെ മെമ്മറീസും എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും കെയർ ചെയ്ത് ഒരു ഫ്രണ്ട് സോണിൽ വീഴുന്നു പോകാതെ ഒരു അട്രാക്ഷൻ, ഒരു പാഷൻ, ഒരു ഡെവിൾ എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഫർദർ മോർ നിങ്ങളുടെ കണക്ഷനിൽ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു റീഡിംഗ് ആയിട്ട് കാണാൻ. ബൈ ബൈ.